What's up guys, this is Sreevan here from Yumi and Tech. Welcome to our latest video. കഴിഞ്ഞ ആഴ്ച നമ്മൾ iPhone 12 പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഔട്ടായിട്ടുള്ള എല്ലാ ലീക്സ്, റൂമേഴ്സ്, ന്യൂസ് ഇതെല്ലാം ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. ഇനി പെട്ടെന്നൊന്നും ഒരു അപ്ഡേറ്റഡ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടി വരില്ല എന്നുള്ളൊരു സ്പെക്കുലേഷനോട് കൂടിയായിരുന്നു ആ വീഡിയോ നമ്മൾ ഉണ്ടാക്കിയത്. ബട്ട് ഈ ആഴ്ചത്തെയും നമ്മുടെ ആദ്യത്തെ വീഡിയോ iPhone 12 പറ്റിയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇത്തവണ വി ഹാവ് മോർ ഡാറ്റ, മോർ ക്രിസ്പ്, മോർ ക്ലിയർ, മോർ റിയലിസ്റ്റിക്. സോ iPhone 12 പറ്റി കൂടുതൽ അറിയാൻ ലെറ്റ്സ് ജംപ് ടു ദ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ കഴിഞ്ഞ iPhone 12 വീഡിയോ കാണാത്ത എല്ലാവരോടും ആ വീഡിയോ ആദ്യമേ തന്നെ കാണുവാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം മറ്റൊന്നുമല്ല, ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പല കാര്യങ്ങളും നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പുതിയ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൂടുതലായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ ഇടാം, നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത പോലെ iPhone 12 ഈ വർഷം റിലീസ് ചെയ്യാൻ പോകുന്നത് 4 വേരിയൻസിലാണ്, അതായത് 4 ഡിവൈസസ് ആണ്. ഈ 4 ഡിവൈസുകളുടെ നെയിമിംഗ് നമുക്ക് കൃത്യമായി അറിയില്ലായിരുന്നു, ബട്ട് ഇത്തവണ നമുക്കതറിയാം. സോ ആദ്യമേ തന്നെ ആ നെയിമിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ആദ്യത്തെ ഏറ്റവും ലോവർ 5.4 ഇഞ്ച് വരുന്ന iPhone 12 മോഡൽ അറിയപ്പെടാൻ പോകുന്നത് സിംപ്ലി iPhone 12 എന്നാണ്. അതിന് തൊട്ടു മുകളിലുള്ള 6.1 ഇഞ്ച് വരുന്ന iPhone 12 മോഡൽ അറിയപ്പെടാൻ പോകുന്നത് iPhone 12 Max എന്നാണ്. ഹയർ വേരിയൻറ്റിലുള്ള ഫോണുകൾക്ക് കാര്യമായ നെയിമിംഗ് ചേഞ്ച് ഒന്നുമില്ല. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ 6.1 ഇഞ്ച് വരുന്ന iPhone 12 Pro എന്ന് പറയുന്ന ഒരു മോഡലും 6.7 ഇഞ്ച് വരുന്ന iPhone 12 Pro Max എന്നൊരു വേരിയൻറ്റുമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. സോ ഇതാണ് 4 വേരിയൻസിൻ്റെ ഒഫീഷ്യൽ നെയിംസ്. സോ നെയിം ചേഞ്ചിങ് ഇവിടെ കാര്യമായി എഫക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ബേസ് വേരിയൻസിലുള്ള ഒരു ഡിവൈസിനാണ്. സോ iPhone 12 Max എന്ന് പറയുന്ന ഒരു പുതിയ നെയിമാണ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണും ടേൺ ഓൺ ചെയ്ത് വെക്കുക. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 3 വീഡിയോസാണ് ഈ ആഴ്ച നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ കീപ് സബ്സ്ക്രൈബ്ഡ്. ഇനി ഓരോ ഡിവൈസിൻ്റെയും ഡീറ്റെയിൽ സ്പെക്സിലേക്ക് നമുക്ക് കിടക്കാം. സോ ആദ്യത്തെ വേരിയൻറ്റ് iPhone 12. സോ ഇത് ഏറ്റവും ചെറിയ വേരിയൻ്റ് ആണ്. 5.4 ഇഞ്ചാണ് ഈ വേരിയൻറ്റിൻ്റെ സ്ക്രീൻ സൈസ്. കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഈ വേരിയൻറ്റിൻ്റെ സ്ക്രീൻ ഏത് ടൈപ്പ് ആണെന്നുള്ള കൃത്യമായ വിവരം ലഭിച്ചിരുന്നില്ല. സോ ഇത്തവണ കൂടുതൽ ക്ലിയർ ആയ ഡീറ്റെയിൽസ് ലഭിച്ചിട്ടുണ്ട്. സോ iPhone 12 എന്ന് പറയുന്ന ലോവർ എൻഡ് വേരിയൻറ്റിൽ ലഭിക്കാൻ പോകുന്ന സ്ക്രീനും OLED ഡിസ്പ്ലേ ആണ്. ബട്ട് ഈ ഡിസ്പ്ലേ മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നത് സാംസങ് അല്ല, അതിന് പകരം BOE എന്ന് പറയുന്ന ഒരു ചൈനീസ് കമ്പനിയാണ് ഈ OLED ഡിസ്പ്ലേ മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നത്. സോ ആപ്പിൾ കോസ്റ്റ് സേവിങ്ങിനായി കണ്ടെത്തിയ ഒരു വേ കൂടിയാണ് ഇത്. അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്ത ഒരു കാര്യം, iPhone 12 എല്ലാ വേരിയൻസിലും 6GB റാം ആയിരിക്കും എന്നുള്ളതാണ്. ബട്ട് അതിലൊരു ചേഞ്ച് ഉണ്ട്. ലോവർ വേരിയൻ്റായ iPhone 12 നമുക്ക് ലഭിക്കാൻ പോകുന്നത് 4GB റാം മാത്രമായിരിക്കും. എല്ലാ 4 ഡിവൈസസും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 128GB സ്റ്റോറേജ് കപ്പാസിറ്റിയിൽ നിന്നാണ്. സോ iPhone 12 2 വേരിയൻസ് ആണ് ഉണ്ടാവുക, 128GB വേരിയൻറ്റ് ആൻഡ് 256GB വേരിയൻറ്റ്. ഓക്കെ, സോ 128GB വേരിയൻ്റെ പ്രൈസ് ആയിരിക്കും $650. 256 വേരിയൻ്റെ പ്രൈസ് $100 കൂടുതലായിരിക്കും, അതായത് $750. ഇത്തവണ നമുക്ക് കിട്ടിയിട്ടുള്ള മറ്റൊരു കിടിലൻ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഈ ബേസ് വേരിയൻറ്റിനും 5G ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ബട്ട് ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്, അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. സോ വാച്ച് ദ വീഡിയോ. ഓക്കെ, സോ ഇത് കൂടാതെ അഡീഷണൽ ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഡിസൈൻ ഓർ ബിൽഡ് ക്വാളിറ്റിയെ പറ്റിയാണ്. സോ iPhone 12 ഏറ്റവും ചെറിയ വേരിയൻ്റായ iPhone 12 അലുമിനിയം ബോഡിയുമായിട്ടാണ് എത്താൻ പോകുന്നത്. ഇനിയുള്ളത് റെഗുലർ ഇൻഫർമേഷൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ A14 ചിപ്സെറ്റ് ഉണ്ടാവുന്നതായിരിക്കും. അതുകൂടാതെ ഈ മോഡൽ വരുന്നത് ഡുവൽ ക്യാമറ സെറ്റപ്പുമായിട്ടാണ്. അടുത്ത മോഡൽ iPhone 12 Max. സോ iPhone 12 ഒരു ഇൻക്രീസ്ഡ് സൈസ് വേർഷൻ പോലെയാണ് iPhone 12 Max ആപ്പിൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെയും ഈ ഡിസ്പ്ലേ മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നത് BOE എന്ന് പറയുന്ന കമ്പനി തന്നെയാണ്. iPhone 12 Maxനും ഉണ്ടാവാൻ പോകുന്നത് 4GB റാം ആണ്. 128GB ആൻഡ് 256GB എന്ന 2 ഓപ്ഷൻസ് ആണ് ഇവിടെയും നമുക്ക് ലഭിക്കാൻ പോകുന്നത്. iPhone 12 Maxൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 128GB $750 ആൻഡ് 256GB $850 എന്നിങ്ങനെയാണ്. സോ ഇവിടെയും 5G ലഭിക്കുന്നതായിരിക്കും ആൻഡ് അലുമിനിയം ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. A14 ചിപ്സെറ്റ്, ഡുവൽ ക്യാമറ സെറ്റപ്പ്. സോ iPhone 12മായി കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ സ്പെസിഫിക്കേഷൻസ് ആണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ആകെ ഉണ്ടാകാൻ പോകുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഡിസ്പ്ലേ സൈസ് തന്നെയാണ്. ഇനി നമുക്ക് ഹയർ എൻഡ് മോഡൽസിനെ പറ്റി
ഡിസ്കസ് ചെയ്യാം. സോ ആദ്യത്തെ ഹയർ എൻഡ് മോഡൽ ഐഫോൺ 12 പ്രോ. സോ ഈ പ്രോ മോഡൽ വരുന്നത് 6.1 ഇഞ്ച് വരുന്ന OLED ഡിസ്പ്ലേയുമായിട്ടാണ്. കഴിഞ്ഞ 2 മോഡൽസുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആയിരിക്കും പ്രോ മോഡൽസിന് ലഭിക്കാൻ പോകുന്നത്. ഈ ഡിസ്പ്ലേ മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നത് സാംസങ് ആണ്. സോ അപ്പോൾ തന്നെ നമുക്ക് ഈ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി ഊഹിക്കാവുന്നതാണ്. പ്രോ മോഡൽസിന്റെ ഡിസ്പ്ലേ അറിയപ്പെടാൻ പോകുന്നത് സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ എന്നാണ്. ബട്ട് കഴിഞ്ഞ 2 മോഡൽസും അറിയപ്പെടാൻ പോകുന്നത് സിംപ്ലി സൂപ്പർ റെറ്റിന ഡിസ്പ്ലേ എന്ന് മാത്രമാണ്. ഐഫോൺ 12 പ്രോ ഡിസ്പ്ലേയുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇതൊരു 10 ബിറ്റ് കളർ ഡെപ്ത് ഡിസ്പ്ലേ ആയിരിക്കും. കഴിഞ്ഞ തവണ 8 ബിറ്റ് ഡിസ്പ്ലേ ആണ് ഉണ്ടായിരുന്നത്. സോ ആപ്പിൾ ഇത്തവണ ഒരു നെക്സ്റ്റ് ലെവൽ ഡിസ്പ്ലേ തന്നെയാണ് പ്രോ മോഡൽസിലൂടെ എത്തിക്കാൻ പോകുന്നത്. ഐഫോൺ 12 പ്രോ ഉണ്ടാകാൻ പോകുന്നത് 6GB RAM ആണ്. ഇവിടെയും ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 128GB വേരിയന്റിൽ നിന്നാണ്. ബട്ട് ഇവിടെ നമുക്ക് 3 വേരിയൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 128GB, 256GB, 512GB. ഇനി പ്രൈസിനെ പറ്റി സംസാരിച്ചാൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് 128GB $1000 ആണ്. ആൻഡ് 512GB നമുക്ക് ലഭിക്കാൻ പോകുന്നത് $1,300 സോ പ്രോ മോഡൽസിനും 5G കേപ്പബിലിറ്റി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതുകൂടാതെ ഇനി ബിൽഡ് ക്വാളിറ്റിയെ പറ്റി സംസാരിച്ചാൽ ലോവർ എൻഡ് മോഡൽസിന് അലുമിനിയം ബോഡിയാണ് ആപ്പിൾ കൊടുക്കുന്നതെങ്കിൽ ഹയർ എൻഡ് പ്രോ മോഡൽസിന് ലഭിക്കാൻ പോകുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡി ആയിരിക്കും. സോ ഡെഫിനറ്റ്ലി ഒരു ഇംപ്രൂവ്ഡ് ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഇവിടെ കാണാം. ക്യാമറ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെല്ലാം ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും. അത് കൂടാതെ തന്നെ ഒരു ലൈഡാർ സെൻസറും ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ലൈഡാർ സെൻസർ എന്താണെന്ന് അറിയാൻ കഴിഞ്ഞ വീഡിയോ ചെക്ക്ഔട്ട് ചെയ്യുക. ഐഫോൺ 12 പ്രോയിലും 5G കേപ്പബിലിറ്റി ഇൻകോപ്പറേറ്റഡ് ആണ്. ഇനി ഏറ്റവും ഹയർ എൻഡ് മോഡലിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഐഫോൺ 12 പ്രോ മാക്സ് 6.7 ഇഞ്ച് വരുന്ന OLED ഡിസ്പ്ലേ ആണ് ഐഫോൺ 12 പ്രോ മാക്സിന് ഉണ്ടാകാൻ പോകുന്നത്. സാംസങ് തന്നെയായിരിക്കും ഈ ഡിസ്പ്ലേ മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നത്. സൂപ്പർ റെറ്റിന XDR 10 ബിറ്റ് കളർ ഡെപ്ത് ഡിസ്പ്ലേ തന്നെയായിരിക്കും ഐഫോൺ 12 പ്രോ മാക്സിനും ലഭിക്കാൻ പോകുന്നത്. ഇവിടെയും നമുക്ക് 6GB RAM കാണാം. 128GB, 256GB, 512GB എന്നിങ്ങനെ 3 സ്റ്റോറേജ് വേരിയൻസും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഐഫോൺ 12 പ്രോ മാക്സ് ഐഫോൺ 12 പ്രോയുടെ സിമിലർ സ്പെസിഫിക്കേഷൻസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഡിസ്പ്ലേ സൈസ് 6.7 ഇഞ്ചിലേക്ക് ഉയർന്നു എന്നൊരു സവിശേഷത മാത്രമാണുള്ളത്. സോ ഇവിടെയും നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ, 5G, A14 ചിപ്സെറ്റ്, ട്രിപ്പിൾ ക്യാമറ, ലൈഡാർ സെൻസർ ഇതെല്ലാം അതേപോലെ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇനി പ്രൈസിലേക്ക് കടന്നാൽ ബേസ് വേരിയൻറ്റ് അതായത് 128GB നമുക്ക് ലഭിക്കാൻ പോകുന്നത് $1,100 256GB നമുക്ക് ലഭിക്കാൻ പോകുന്നത് $1,200. ഇനി ഏറ്റവും ഹയസ്റ്റ് വേരിയൻറ്റ് അതായത് 512GB ഐഫോൺ 12 പ്രോ മാക്സ് വേരിയൻറ്റ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് $1,400 ആണ്. സോ ഇതൊക്കെയാണ് 4 ഐഫോൺ 12 സീരീസ് ഡിവൈസുകളുടെ ഇൻഡിവിജ്വൽ സ്പെസിഫിക്കേഷൻസ്. ഇനി ഇതെല്ലാം കൂടാതെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ഇൻഫർമേഷൻ കൂടി നിങ്ങൾക്ക് തരാനുണ്ട്. ആദ്യത്തേത് പ്രൊമോഷൻ ഡിസ്പ്ലേ. സോഷ്യൽ മീഡിയയിലും ഇൻ്റർനെറ്റിലും ഒരുപാട് സർക്കുലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റൂമറാണ് ആപ്പിൾ അവരുടെ പ്രോ മോഡൽസിൽ പ്രൊമോഷൻ ഡിസ്പ്ലേ എന്ന് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം. ഈ പ്രൊമോഷൻ ഡിസ്പ്ലേ മറ്റൊന്നുമല്ല 120 Hz വരുന്ന ഹയർ റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു ഡിസ്പ്ലേനാണ് നമ്മളിവിടെ പ്രൊമോഷൻ ഡിസ്പ്ലേ എന്ന് മെൻഷൻ ചെയ്യുന്നത്. ബട്ട് ഈ ഒരു കാര്യത്തിൽ പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ആസ് ഓഫ് നൗ പ്രൊമോഷൻ ഡിസ്പ്ലേ ഐഫോൺ 12 ഇൻക്ലൂഡ് ചെയ്യുമെന്നുള്ളത് ഇതുവരെ കൺഫേം ആയിട്ടില്ല എന്നതാണ് ലേറ്റസ്റ്റ് ന്യൂസ്. ഇതിന്റെ മെയിൻ റീസൺ രണ്ടാണ്. പ്രൊമോഷൻ ഡിസ്പ്ലേ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അത് ബാറ്ററിയെ ഒരുപാട് എഫക്ട് ചെയ്യുകയും അതുപോലെ തന്നെ 10 ബിറ്റ് കളർ ഡെപ്തുള്ള ഡിസ്പ്ലേയുടെ കളർ കാലിബ്രേഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി മാറുന്നു എന്നുള്ള ഒരു ലീക്സ് ആണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇത് മീൻ ചെയ്യുന്നത് മറ്റൊന്നുമല്ല, ഇതുവരെ അറ്റ് പ്രസന്റ് പ്രൊമോഷൻ ഡിസ്പ്ലേ കൺഫേംഡ് ആയിട്ടില്ല. സോ ഈ മുന്നേ പറഞ്ഞ ഇഷ്യൂസ് എല്ലാം സോൾവ് ആയാൽ ഡെഫിനറ്റ്ലി പ്രോ വേരിയൻസിൽ നമുക്ക് 120 Hz ഡിസ്പ്ലേ ലഭിക്കുന്നതായിരിക്കും. ഇനി മറ്റൊരു വിഷയം നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു, 4 വേരിയൻസിലും 5G കേപ്പബിലിറ്റി ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളത്. ബട്ട് അതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. മറ്റൊന്നുമല്ല, ലോവർ വേരിയൻസ് ആയിട്ടുള്ള ഐഫോൺ 12 ആൻഡ് ഐഫോൺ 12 മാക്സ് എന്നീ 2 ഡിവൈസുകളിൽ മില്ലിമീറ്റർ വേവ് 5G ടെക്നോളജി ഇൻക്ലൂഡഡ് അല്ല. സോ ഇത് മീൻ ചെയ്യുന്നത് മറ്റൊന്നുമല്ല, ഈ 2 ഡിവൈസുകളിലും 5G കേബിളിൻ്റെ സ്പീഡ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. സോ ഇതിൻ്റെ സ്പീഡ് 150 Mbps to 300 Mbps എന്നുള്ള റേഞ്ചിലായിരിക്കും. അതേപോലെ തന്നെ പ്രോ വേരിയൻസ് അതായത് ഐഫോൺ 12 പ്രോ, ഐഫോൺ 12 പ്രോ മാക്സ് എന്നീ 2 സ്മാർട്ട് ഫോണുകളിൽ ഈ വേവ് 5G ടെക്നോളജി ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ 2 ഡിവൈസുകളിൽ 5G above 1 GB/s സ്പീഡ് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ന്യൂസ്. സോ ഇതെല്ലാം തന്നെ ആപ്പിൾ അവരുടെ ലോവർ എൻഡ് ഡിവൈസ് അതായത് ഐഫോൺ 12, ഐഫോൺ 12 മാക്സ് എന്നീ 2 ഡിവൈസുകളുടെ കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടി എടുത്തിട്ടുള്ള സ്റ്റെപ്പുകളാണ്. സോ ലാസ്റ്റ് ഇൻഫർമേഷൻ ബാറ്ററിയെ പറ്റിയാണ്. ആസ് ഓഫ് നൗ, ആസ് പെർ കറന്റ് ലീക്സ് 4400 mAh ബാറ്ററി
ആയിരിക്കും ഐഫോൺ 12 സീരീസിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സോ ഇതായിരുന്നു ഐഫോൺ 12 സീരീസിൻ്റെ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ഡീറ്റെയിൽസ്. സോ ഐ ഹോപ്പ് എവ്രിബഡി എൻജോയ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സജഷൻസും നമ്മളെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതേപോലെ തന്നെ ഐഫോൺ 12 സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് സെക്ഷനിലൂടെ നമ്മളെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള 3 വീഡിയോസാണ് ഈ ആഴ്ച നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. സോ വാച്ച് ഔട്ട് ഫോർ ദിസ് സ്പേസ്. സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ ടേൺ ഓൺ ചെയ്ത് വെക്കുക. ഐ വിൽ ബി ബാക്ക് വിത്ത് അനദർ വീഡിയോ. ടിൽ ദെൻ, ബൈ.